ഞാൻ കഴിഞ്ഞ ദിവസം സൗദിയിൽ ആത്മഹത്യ ഷാജിയുടെ ഭാര്യ ശോഭ. 2000 നവംബർ 20 ആയിരുന്നു എൻ്റെ വിവാഹം. കല്യാണം കഴിക്കുമ്പോൾ ഷായിച്ച ഞങ്ങളോട് വയസ്സിൻ്റെ പ്രായ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഞാനും ഷായിച്ചാനോട് 15 വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം പാസ്പോർട്ട് എന്തിനോ ചുമ്മാ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ ഷായിച്ചാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുകയും ചെയ്തത്. എനിക്കപ്പോൾ ഒത്തിരി സങ്കടം തോന്നുകയും ചെയ്തു. പക്ഷെ ഞാൻ മമ്മിയോട് വിളിച്ച് പറയുകയും ചെയ്തു, മമ്മി ഇങ്ങനെ ഇത്രയും ആ സമയത്ത് എനിക്ക് 19 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഷാജൻ താഴെ എന്തോനെ പോയിട്ട് വരികയും വരുന്ന സമയത്ത് ഞങ്ങളുടെ കബോർഡ് തുറക്കുകയും ചെയ്തപ്പോൾ കുപ്പി കാണാനില്ല. കുപ്പി കാണാനില്ല. എന്നോട് വന്നിട്ട് ചോദിച്ചു കുപ്പി എന്തെന്ന് ചോദിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ പഴയ ഫ്ലാറ്റിലെ ഷാജാന്റെ ഫ്രണ്ടും ഫാമിലിയും വെക്കേഷൻ ഇതുപോലെ പിള്ളേരെയും കൊണ്ട് താമസിക്കാനൊക്കെ വന്നു. അപ്പോൾ അവർ ആ ഫാമിലി അപ്പുറ സൈഡിലുണ്ട്. അപ്പം ഞാൻ അപ്പുറ സൈഡിൽ അവരുടെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ സാധനം എന്ന് ചോദിക്കുന്നത്, എൻ്റെ കുപ്പി അവിടെ ഇരുന്ന് എന്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. ഇവിടെ നീ കണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. നീ മിടിക്കുകയാണ്, ഞാൻ അപ്പുറത്തോട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരും വന്നിട്ട് ഞാൻ പുറകെ ചെല്ലുക എൻ്റെ ചോദിച്ച സാധനം. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. കണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു കണ്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു. ഇപ്പോൾ എന്നെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ സമാധാനമാവോ എൻ്റെ ഷായിച്ച ചെയ്ത പോലും ഞാനും കൂടെ ചെയ്തു വെച്ചാൽ? അതാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. ഇനിയെങ്കിലും എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഈ വ്യക്തിഹത്യ നിർത്തിക്കൂടെ? പിടിയാലും ആരെന്നെ നോക്കിയാലും ആരെ നോക്കിയാലും ഇത് സംശയത്തിന്റെ മാത്രമാണ് ഞാൻ ഈ സൗദി അറേബ്യ വന്ന് അനുഭവിച്ച അത്രയും ഈ 2.5 വർഷത്തെ ജീവിതം എൻ്റെ. അങ്ങനെ എൻ്റെ ഈ ബാലൻസ് ഇല്ലെന്ന് പറയുക, അച്ഛനെ കൊണ്ട് ഞാൻ വീട്ടോട്ട് വിളിപ്പിക്കുകയും മമ്മിയെ കൂടെ സംസാരിപ്പിക്കുകയും ചെയ്തു. എൻ്റെ മമ്മിയോട് സംസാരിച്ചിട്ട് മമ്മി പറഞ്ഞു എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കയറ്റി വിടാനുള്ള പരിപാടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, ഞാൻ ആ പൈസ നാട്ടിൽ അയച്ചു തരാം, തിരിച്ചയച്ചു തരാമെന്ന് പറയുകയും ചെയ്തു. മമ്മിയോട് പറഞ്ഞു അങ്ങനെയല്ല മമ്മി, അവിടെ വന്നിട്ട് ഇത്രയും ദിവസമല്ല, ഇത്രയാളുള്ള കുഞ്ഞുങ്ങൾ 2 പേരില്ലേ, പെൺപിള്ളേരല്ലേ, നിൽക്കട്ടെ അവനോട് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവനെ മനസ്സിലാക്കാമെന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഈ കുടി വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴോ ഒരു ദിവസം ഭയങ്കര സ്മെല്ല് തുറക്കുന്നുണ്ട്, ഡോർ തുറന്നു. ഞാനിവിടെ വന്നിട്ട് എൻ്റെ ATM കാർഡ് കാണുന്നത് പോലും ഞാൻ ഈ സാലറി കിട്ടാതാവുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഷായിച്ചാന്റെ ബാച്ചിലേഴ്സ് അക്കോമഡേഷനിൽ പോകുമെന്ന് വെച്ച് അവിടെ വെച്ച് പോക്കറ്റ് വെച്ച് എന്തോ സംഭവം ഞാൻ ചുമ്മാ കൈയിട്ടപ്പോൾ ഞാൻ എന്റെ ATM കാർഡാണ് ഞാൻ എടുത്തോട്ടെ വെച്ചിട്ട് ഞാൻ കയ്യിൽ വെച്ച് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതുപോലും എടുക്കാൻ ഒരു കാര്യത്തിന് ഞാൻ തനിച്ച് പോവുകയോ അങ്ങനെ ചെയ്യുകയോ ചെയ്തില്ല. ഷായിച്ചാണ് പറഞ്ഞു ഷായിച്ച ഇങ്ങനെ ഇതാണ് ATM ഇന്ന് പൈസ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഷായിച്ചാനാണ് പൈസ എടുക്കുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ പോലും ഞാനൊരു കാര്യത്തിന് ഷായിച്ചാനെ വഴക്കുണ്ടാക്കാനൊന്നിനും ഞാൻ പോയിട്ടുള്ളതല്ല. അപ്പോഴോട് പറഞ്ഞു നിനക്ക് ഞാനൊരു നമ്പർ വേണമെങ്കിൽ തരാം, അത് അവിടെ അയാളുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് വേണമെങ്കിൽ ക്യാൻസലാക്കി കളയാൻ ഒരു പക്ഷെ പറ്റിയേക്കും, നീ ശ്രമിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഷായിച്ചാണ് ഞാൻ പറഞ്ഞു ഷായിച്ച ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് വിളിച്ച് നോക്കിയാലും ചോദിച്ചു. അങ്ങനെ ഷായിച്ചാണ് നീ ഒന്ന് വിളിച്ച് നോക്കാം, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി തിരക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാറിനെ വിളിക്കുകയും 2 പ്രാവശ്യം ഞാൻ ഷായിച്ചാൻ ഇതിന്റെ പേരിൽ ദമാമിൽ പോവുകയും ചെയ്തു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ എന്തോ ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ആ പേപ്പർ സൈൻ ചെയ്യാൻ പോകുന്ന വഴിക്ക് എന്നോട് ഷായിച്ചാൻ പറഞ്ഞു ഇനി മേലാ നീ ആ ജോണിനോട് മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ കോംപ്ലക്സുകൾ മാത്രമാണ് ഷായിച്ചാൻ ഉണ്ടായിരുന്നത്. ഞാൻ കറുത്താണെന്ന് ഞാൻ ഇച്ചിരി വെളുത്ത നിറം കൂടി പോയെന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഷായിച്ചാൻ ഈ ജൂലൈക്ക് ഇവിടുത്തെ സ്കൂൾ അടച്ച സമയത്ത് വെക്കേഷൻ നാട്ടിൽ പോവുകയും ഞാനും ഇതിന് മുമ്പ് തൊട്ടേ ഇങ്ങോട്ട് പോയി ഞാൻ ഓർത്ത ഈ വെള്ളവടി കുടിയും കാരണം ഞാൻ ഓർത്ത അവിടുന്ന് ഹോസ്റ്റലിൽ നിന്നും ഇങ്ങോട്ട് ഹോസ്റ്റൽ എടുത്ത് താമസം മാറ്റണമെന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ ഓർത്തു അച്ചാച്ചൻ പോകുന്ന സമയത്ത് ഞാനും അവിടുന്ന് സാധനമെല്ലാം എടുത്തതിന്റെ സാധനം എടുത്തിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ ഞാൻ